റഷ്യയുടെ എത്ര വിമാനമുണ്ട്? 2400 കോമ്പാക്റ്റ് വിമാനം. ചൈനയുടെ എത്ര ഉണ്ട്? 1800 വിമാനങ്ങൾ. അറബ് രാജ്യങ്ങളുടെ മൊത്തം കണക്കെടുത്ത ഒരു 6000 വിമാനമുണ്ട്. സ്വോത്രം. നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിനകത്ത് പോക്കറ്റ് അടിക്കാരനെ കിട്ടിയ അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം വലിച്ചിട്ട് ചവിട്ടുന്നത് പോലെ ഇസ്രയേലിനെ ചവിട്ടുവാൻ എല്ലാവരും റെഡി. സ്വോത്രം. 2.5 ഡിസ്ട്രിക്ട് വലിപ്പം. അവൻ്റെ പ്ലെയിൻ കയറുന്നതിന് വിട്ടവന്മാരെല്ലാം കയറും. അന്നേ അടുത്ത വാക്യം കൂടെ വായിക്കാം. മഴക്കോൾ പോലെ നീ മഴക്കോൾ പോലെ കയറി വരും. അടുത്ത വാക്ക് വായിച്ചട്ടെ. മേഘം പോലെ നീ കയറി വരും. അടുത്ത വാക്ക് വായിക്കാം. അന്ത്യകാലത്ത് ജാതികൾ കാണുകെ, ജനം മുഴുവൻ നിലവിളിക്കുന്ന ഒരു കാലം. ജാതികൾ കാണുകെ, ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ, എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടത്, യഹൂദൻ എന്നെ അറിയും. കണ്ടില്ലേ? കാൽവറിയുടെ കൊലക്കളത്തിൽ 5 കോടതികൾ മാറി മാറി ക്രൂശീകരണത്തിന് മുൻപായി വിസ്തരിക്കുമ്പോൾ, കേട്ടോണം 5 കോടതികൾ യേശുവിന് മാറി മാറി വിസ്തരിച്ചു. കേട്ടോ? 7 പ്രാവശ്യം. പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു, നിന്റെ മുൻപിൽ നിൽക്കുന്ന ആ പ്രിയപ്പെട്ടവനിൽ യാതൊരു കുറ്റവുമില്ല, ആവശ്യമില്ലാത്ത വിധി എഴുതരുത്. അപ്പോൾ യഹൂദൻ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. 2 കൂടുകൾ. 1 ബറബാസ്, 2 വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. അവർ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. ബറബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക. അപ്പോൾ എന്താ പറഞ്ഞത്? അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. സന്തോഷം. സ്വോത്രം. അവർ തള്ളിക്കളഞ്ഞു. യഹൂദനാരെ തള്ളി? എൻ്റെ യേശുവിനെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാ യോഹന്നാൻ, ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ വചനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, വചനം മനസ്സിലാകുന്നവർക്ക് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്നവർ യേശുവിനെ വിളിക്കുന്നു, യഹൂദൻ വിളിക്കത്തില്ല. പക്ഷേ ഇത്രയും വിമാനങ്ങൾ വരുമ്പോൾ അടുത്ത വാക്കൊന്ന് വായിച്ചാട്ടെ മക്കളെ. അവന്റെ നിലവിളി ഉയരും. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഞാൻ നിന്നെ എന്റെ ദേശത്തിന്റെ നേരെ വരുത്തും, എന്റെ ജനമായ ഇസ്രായേലിന് നേരെ വരുത്തും. അടുത്ത വാക്ക്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന് വിരോധമായി വരുത്തുമെന്ന് പണ്ടത്തെ കാലത്ത് അനേകം സംവത്സരങ്ങളായി വഴിതെറ്റിപ്പോന്ന യഹൂദന്മാരോട് പറഞ്ഞ പ്രവൃത്തിയായി ഇത്രയും വിമാനവും ഇത്രയും പടക്കോപ്പുകളും യുദ്ധക്കപ്പലുകളും വരുമ്പോൾ യഹൂദൻ എന്ത് ചെയ്യും? ആരും അവരെ രക്ഷിക്കത്തില്ല. അന്ന് അവർ കൊത്തിയവങ്കലേക്ക് നോക്കും. കരമുയർത്തിയാട്ട് മക്കളെ. സ്വോത്രം, 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 സ്വോത്രം. അവൻ ഒരു നാളും മറക്കുമോ? തൻ്റെ സ്വന്തം ജനത്തെ മറക്കുമോ? ഒരു സ്ത്രീ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? ആ കൊത്തിയവങ്കലേക്ക് നോക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം യുദ്ധം ഏറ്റെടുക്കും. ഇന്ന് രാത്രി കണ്ണുനീരിന് മറുപടി കൊടുക്കുന്ന ഒരു ദൈവമാ നമ്മുടെ ദൈവം. സ്വോത്രം. ആരാ? അമ്മയ്ക്ക് പോലും അറിയത്തില്ല. ആരാ? കട്ടക്കളത്തിനകത്ത് കിടക്കുന്ന ഒരു മാതാവ്. എബ്രായ കുടിലിൽ ജനിച്ചപ്പോൾ മോശയെ പറ്റി അമ്മയ്ക്ക് പോലും അറിയത്തില്ല. ഈ പയ്യൻ്റെ ഒരു കോല് കിട്ടുമെന്ന്. സ്വോത്രം. പക്ഷേ വാഗ്ദത്തമുള്ള മോശ 3 മാസം ഒളിപ്പിച്ചു വെച്ച് വളർത്തി. അതിനുശേഷം ഞാങ്ങണ പെട്ടിക്കകത്ത് അവനെ ഒഴുക്കി. എവിടാ? നൈൽ നദിക്കകത്ത്. കേൾക്കണമേ. ഞാങ്ങണപ്പെട്ടിയിൽ ഒതുക്കിയപ്പോൾ 3 മാസം പ്രായമുള്ള കുഞ്ഞൊന്ന് കരയാൻ തുടങ്ങി. 2-3 കരച്ചിലുകൾ. 1 പ്രസവിച്ച അമ്മ കരഞ്ഞു, 2 മോശ കരഞ്ഞു, 3 മിര്യാം കരഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം വിചാരിച്ചു, യവന്റെ കയ്യിൽ ഒരഭിഷേകം കൊടുക്കണമെങ്കിൽ, ഇസ്രായേൽ ജനത്തെ നയിക്കണമെങ്കിൽ ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് അവൻ എത്തിയിരിക്കണം. ഇന്ന് രാത്രി ആത്മാവിൽ ഒരു ദൂതാറയൂര് പറയാ. പ്രധാനമന്ത്രിയുടെ നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മകള് നമ്മുടെ ബ്രാലിമൂട്ടി കുളിക്കാൻ വരുമോ? എവിടെ വരുമോ? ചായ വരത്തില്ല. സ്വോത്രം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ നെയ്യാറി കുളിക്കാൻ വരുമോ? ഇല്ല, വരത്തില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ കരച്ചിൽ ഉയർന്നപ്പോൾ ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് ലോക ചരിത്രത്തിൽ സംഭവിക്കത്തില്ലെന്ന് പറയും. അതേ സംഭവം നടന്നു. ആ കൊട്ടാരത്തിനകത്ത് അവന്റെ പുത്രി വന്ന് മോശയുടെ പെട്ടകത്തെ ഉയർത്തിയെങ്കിൽ എബ്രായന്റെ നിലവിളിക്ക് മുമ്പ് സ്വർഗത്തിലെ ദൈവം വാതിലുകൾ തുറന്നതുപോലെ ഒടുക്കത്തതിൽ മോശയുടെ കൊച്ചുമക്കളുടെ നിലവിളിക്ക് മുൻപിൽ സ്വർഗം യുദ്ധമേറ്റെടുക്കും. കരമുയർത്തിയാട്ടെ. ഇന്ന് രാത്രി കണ്ണുനീരിനെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറഞ്ഞ, ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ അത്ഭുതത്തിൻ്റെ വഴി തുറക്കുവാൻ കരുത്തുറ്റൊരു ദൈവം. ഒരു കുഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോൾ, അമ്മ നിലവിളിക്കുവാൻ തുടങ്ങിയപ്പോൾ, സ്വോത്രം, സ്വോത്രം. സഹോദരിമാരെ,
ഇവിടെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയുടെ DDRC ഉണ്ട്. അവിടെ ചെന്നാൽ കണ്ണ് ടെസ്റ്റ് ചെയ്യും, കാല് ടെസ്റ്റ് ചെയ്യും, അയ്യയുടെ റെറ്റിന പിടിക്കുക, സ്കിൻ ടെസ്റ്റ് ചെയ്യും, തലമുടിയുടെ DNA വരുന്ന ടെസ്റ്റ് ചെയ്യാൻ DDRCക്ക് കഴിയും. പക്ഷേ എവിടെയെങ്കിലും കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാബ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇന്ന് പ്രസംഗം അവസാനിക്കുക. അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാബുണ്ട് 24 മണിക്കൂർ, ആഴ്ചയിൽ 7 ദിവസം, 365 ദിവസം. ബഹുമാന്യനാം ആചാര്യനായി വാനിൽ അവൻ വാഴുകയാൽ ഇന്ന് രാത്രി കരമുയർത്തിയാട്ടെ. തൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ നിലവിളിക്ക് വേണ്ടി ഇന്ന് രാത്രി തുറന്നിരിക്കുന്ന ഒരു ലാബുണ്ട്. അതാ സ്വർഗത്തിന്റെ സന്നിധി. വചനം മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഒരു 3 പേരുടെ നിലവിളി കേട്ടപ്പോൾ മോശക്കുഞ്ഞിനെ ചുമക്കുക, ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് നിന്ന് പുത്രിയെ കൊട്ടാരത്തിനകത്ത് അയച്ചുവെങ്കിൽ എവിടെ കുളിക്കടവിലെത്തിയെങ്കിൽ ഇന്ന് രാത്രി ഗ്രൗണ്ട് പറയണ യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? കരമൊന്ന് ഉയർത്തിയാട്ട്. ഇന്ന് രാത്രി പിന്നത്തതിൽ ചെങ്കടൽ വിഭജിക്കുക. എബ്രായ കുടിലിനകത്ത് മോശയ്ക്കയുടെ അമ്മയ്ക്ക് പോലും കണ്ടിട്ട് മനസ്സിലായില്ല യവന് 30 ലക്ഷം ജനത്തെ മേയ്ക്കുവാൻ ഒരു അഭിഷേകമുണ്ടത്. ഇന്ന് രാത്രി ചിലരോട് ദൂത് പറയുക, നിന്റെ വീട്ടിനകത്ത് നിന്റെ അപ്പനും അമ്മയ്ക്കും അറിയത്തില്ല കുഞ്ഞെ നിന്നെ പറ്റിയുള്ളൊരു പ്ലാൻ. എന്നാൽ നീ ജനിക്കുമ്പോൾ നിന്നെ പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അട്ടകാരഗത ഭൗഡ പറവോൻ നിനക്കെതിരെ നിന്നാൽ, ചെങ്കടലുകൾ നിനക്കെതിരെ തകർക്കുവാൻ പറ്റെന്ന് വെച്ചാൽ, പൈതലായിരിക്കുന്ന നിന്നെ ആഴത്തിനകത്ത് മുക്കിക്കൊല്ലുവാൻ പദ്ധതി വെച്ചാൽ, ഇന്ന് രാത്രി നിലവിളിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ കൊട്ടാരത്തിന്റെ അകത്തളത്തിനകത്ത് നിന്ന് നിന്നെ ചുമക്കുക, പെട്ടകത്തെ കരങ്ങളിൽ പിടിക്കുക. പറവോന്റെ പുത്രി അയച്ച ദൈവം വാക്ക് മാറുന്ന ദൈവമല്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി ലോക ചരിത്രത്തിൽ നടക്കാത്ത സംഭവം. ഒരമ്മ പ്രസവിച്ച കുഞ്ഞിന് അമ്മ പാല് കൊടുത്ത് ശമ്പളം മേടിച്ചിട്ടുണ്ടോ? ഉണ്ട് മക്കള്. മോശയുടെ അമ്മ ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് തൻ്റെ ഉള്ളത്തിൽ പിറന്ന കുഞ്ഞിന് പാല് കൊടുത്ത് ശമ്പളം മേടിക്കുക. കരുണാമയനായ ദൈവത്തിന്റെ കരം ചലിച്ചുവെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറ, ആ കരം തളർന്ന കരമല്ല. ദാനിയേലിന്റെ സിംഹക്കുഴിയിൽ ഇറങ്ങിയ കരം, രൂത്തിന്റെ കണ്ണുനീരിനകത്ത് ഇറങ്ങിയ കരം, ശദ്രക്കിനും മേശക്കിനും വേണ്ടി ഇറങ്ങിയ കരം, ശതാധിപന്റെ കുടിലിനകത്ത് ഇറങ്ങിയ കരം, യായിറോസിന്റെ കുഞ്ഞിന് വേണ്ടി പ്രവർത്തിച്ച കാരം, ഇന്ന് രാത്രി ജീവന്റെ കാരം ഈ പന്തലിനകത്ത് ചലിക്കുന്ന രാത്രിയാ. ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി നിന്റെ നിലവിളിയുടെ മുൻപ് ഇന്ന് രാത്രി ചില ദൂത് ഏറ്റെടുത്തുകൊണ്ട് പോകാവൂ. നാളുകളായി നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ഇന്ന് രാത്രി മറുപടി തരുക മഹാദൈവം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതിസന്ധികളെ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കരുത്തുറ്റ കർത്താവ് ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. സ്തോത്രം. യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ. അപ്പോൾ ഈ യുദ്ധം എപ്പോൾ നടക്കും? അതല്ലയോ നമുക്ക് ആവശ്യം. ഈ യുദ്ധം എപ്പോൾ നടക്കും? വായിക്കാം. ആര് ഭരണത്തിൽ വരുമ്പോൾ യുദ്ധം നടക്കും? എസെക്കേൽ പ്രവചനം 21, 26, 27 വാക്യങ്ങൾ. 3 വാക്യങ്ങളോട് കഴിയുമ്പോൾ 4 വാക്യം കൊണ്ട് ഇന്ന് രാത്രി ബാക്കി നെയ്യാറ്റിൻകര. എസെക്കേൽ 21, 26, 27 വാക്യങ്ങൾ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ബൈബിൾ ഉള്ളവരെല്ലാം ഇതൊന്നും എടുത്തോണം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അതങ്ങനെ ഇരിക്കയില്ല. ലോകഭരണം. അടുത്ത വായിച്ചാട്ടെ. ഞാൻ താണതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. അതുകൊണ്ടല്ലേ നമ്മുടെ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയൊക്കെ വീട്ടിലിരിക്കുന്ന സന്തോഷമില്ലല്ലോ. ഇപ്പൊ ആരാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി? നരേന്ദ്രമോദി സാർ. എവിടുന്ന് വന്നു? വലിയ കുടുംബത്തിൽ നിന്നാണോ? ഗുജറാത്തിലെ തട്ടുകടയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനകത്ത് ചായ ഒഴിച്ച പുള്ളി 2ാമതല്ലിനെ 3ാമതും വരാൻ പോവാന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. താഴ്ന്നതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാ? ശ്രീ പിണറായി വിജയൻ. വലിയ കുടുംബത്തിൽ നിന്നാണോ? കണ്ണൂരിൽ ചെത്തുതൊഴിലാളി കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി 2ാം ടൈം കേരളത്തെ ഭരിക്കുന്നു. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി പനീർ സെൽവ. അങ്ങനെ വല്ലതും കേട്ടായിരുന്നോ? அந்த പക്കത്തിലെ മാർത്താണ്ഡത്തെ ഭരിച്ചിരുന്ന அந்த முதலமைச்சர் പനീർ സെൽവ കിടക്കത് അന്ത ആരായിരുന്നെന്ന് അറിയാമോ? സ്വോത്രം. നിങ്ങൾക്കതൊന്നും അറിയത്തില്ല. സ്വോത്രം. നമുക്ക് ആ സ്ഥലങ്ങളെല്ലാം അറിയാം. അപ്പോൾ അദ്ദേഹം അണ്ണാടിയങ്ക ഓഫീസിൽ തട്ടുകട ചായ മേടിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യയുടെ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു, KR നാരായണൻ. കേട്ട കല്ലോരും ഉണ്ടോന്ന് കരം ഉയർത്തിയാട്ടെ. പാവപ്പെട്ട കോട്ടയത്ത് ഉഴവൂരിൽ നിന്ന് നാരായണൻ ചേട്ടൻ ഇന്ത്യയുടെ പ്രസിഡന്റായി. അമേരിക്കയുടെ വൈറ്റ് ഹൗസിൽ ഒരാൾ കയറി, ബരാക് ഒബാമ. വെള്ളക്കാരനല്ല, ആഫ്രിക്കയിൽ നിന്ന് കരിമ്പ് കൃഷി ചെയ്യാൻ വന്നവൻ അമേരിക്കയുടെ പ്രസിഡന്റായി. തീർന്നില്ലല്ലോ. കഴിഞ്ഞ ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ പേരാരാ? രാംനാഥ് കോവിന്ദ്. അങ്ങനെ കേട്ട വല്ലവരും ഉണ്ടോ? PSCക്ക് ക്ലാസ്സിനേ പോകുന്നില്ല. രാംനാഥ് കോവിന്ദ്. അദ്ദേഹം ആരായിരുന്നു? ഒരു പാവപ്പെട്ട കുടിലിൽ അധകൃത വർഗത്തിൽ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാ? ദ്രൗപദി മുർമു. എവിടുന്ന് വന്നു? കോട്ടൂരിലെ കാണികൾ പോലെ. കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലം കേട്ടിട്ടില്ലയോ? സന്തോഷമില്ലല്ലോ. അവിടെ കാണികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതുപോലെ ഒഡീഷയിലെ കാട്ടിനകത്ത് ട്രൈബലിൽ കടന്ന ഒരു സഹോദരി
ഇന്ന് ഇന്ത്യയുടെ പ്രസിഡന്റായി ദ്രൗപദി മുർമു കരമുയരുന്നില്ലല്ലോ. ഇതാ ബൈബിളിന്റെ പ്രവചനം. താഴ്ന്നവനെ ഉയർത്തും, ഉയർന്നവനെ താഴ്ത്തും. ക്ലിയർ ആയില്ലയോ? അന്ത്യകാലത്ത് സ്ത്രീകളിലേക്ക് അധികാരം വരും. തിമത്തിയോസ് വായിച്ചു പോകാൻ സമയമില്ല. അതാണ് ദ്രൗപദി മുർമു. അങ്ങനെയെങ്കിൽ ഇതെല്ലാം ആര് കാണും? നമ്മൾ കണ്ടല്ലോ. അടുത്ത വാക്ക് വായിച്ചാട്ട്. അങ്ങനെ ഞാൻ അതിന് ഉന്മൂലനാശം. ഒന്നാം ലോക മഹായുദ്ധം. ഈ കുഞ്ഞു വായിക്കുന്നത് നോട്ട് ചെയ്തോണം, അതുകൊണ്ടാണ് സ്പീഡ് കുറയ്ക്കുന്നത്. 1914-17 ഒന്നാം ലോക മഹായുദ്ധം. അടുത്തത് രണ്ടാം ലോക മഹായുദ്ധം 39-45. രണ്ടെണ്ണം നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടു. അടുത്തത് ഉന്മൂലനാശം വരാൻ പോകുന്നു. ഈ ഭരണകൂടങ്ങൾ മാറുമ്പോൾ ഒരു മൂന്നാമത്തെ ഉന്മൂലനാശം, മൂന്നാം ലോക മഹായുദ്ധം. എന്നാൽ ഇന്ന് രാത്രി ആറയൂരിൽ ഇന്റർനാഷണൽ സിയോൻ അസംബ്ലിയിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ പുറകെ എസക്കേൽ ഒരു പ്രത്യാശ തരുന്നു. അതിനു മുമ്പ് ഇവിടുന്ന് ഒരു സംഭവം നടക്കും. അതാ ഇന്ന് രാത്രി നിങ്ങൾ വന്നത്. വായിക്കാം മക്കളെ. അതിനു മുമ്പ് അതിനവകാശമുള്ളവൻ വരുവോളം അതില്ലാതെ കിടക്കുന്ന അതിനു മുമ്പ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മധ്യാകാശത്തിൽ വരും. ഇന്ന് രാത്രി ഇസ്രയേലിന് നേരെ ഒരു മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിന് അവകാശമുള്ളവനാരാ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. തൻ്റെ ശരീരം നമുക്കായി നുറുക്കപ്പെട്ടു. അവൻ്റെ 5.5 ലിറ്റർ രക്തം മാനവകുലത്തിൻ്റെ പാപത്തിന് വേണ്ടി, പരിഹാരത്തിന് വേണ്ടി അവൻ ഒഴിക്കെങ്കിൽ ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവൻ്റെ ശരീരമാകുന്ന സഭയെ ചേർക്കുവാൻ ഈ തലമുറയിൽ കാന്തൻ മധ്യാകാശത്തിൽ വരും. സന്തോഷമുള്ളവർ ഒന്ന് കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങുക. നമ്മുടെ നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങാൻ കാലമായി. അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്ക് പരിഭ്രമ പാത്രമുള്ള ഒരു കല്ലാക്കി ഞാൻ വെക്ക്. അതിനെ ചുമക്കുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. അതിനെതിരെ സകല ജാതികളും വിരോധമായി കൂടി വരും. സ്തോത്രം. അപ്പം ഈ യുദ്ധത്തിൽ ആരൊക്കെയുണ്ട്, യുദ്ധം എവിടെ വെച്ച് നടക്കും അതറിയണമല്ലോ. അല്ല യുദ്ധം വരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിനകത്ത് ആര് പങ്കെടുക്കും? ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. വായിക്കാം. യോവേൽ 3:9-11 വാക്യങ്ങൾ. എവിടെ വെച്ച് യുദ്ധം നടക്കും? ആരിതിൽ പങ്കാളികളാകും? യോവേലിന്റെ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ തിരുവെഴുത്ത് 11-ാമത്തെ തിരുവെഴുത്ത്. ഇനി പറയണം ആരിതിൽ പങ്കെടുക്കും. വായിക്കാം. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവിൻ. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവിൻ. അടുത്തത് വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. വിശുദ്ധ യുദ്ധം. അങ്ങനെ പറയുന്ന ലോകത്തിൽ ഏതെങ്കിലും ഒരു മതമുണ്ടോ? ഹൈന്ദവൻ പറയുന്നുണ്ടോ? ക്രൈസ്തവൻ പറയുന്നുണ്ടോ? ജൈനൻ പറയുന്നുണ്ടോ? ബുദ്ധൻ പറയുന്നുണ്ടോ? ഇതിന്റെ പേരാ ജിഹാദ്. കരമുയർത്തിയാട്ടെ. സ്തോത്രം. ഇപ്പോഴാ കാര്യം ക്ലിയർ ആയത്. പെന്തിക്കോസുകാർക്ക് കത്തിയത് ഇപ്പോഴാ. വിശുദ്ധ യുദ്ധത്തിന് നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുവീൻ. ഇന്ന് രാത്രി വീട്ടിൽ ചെന്ന് മനോരമ വായിക്കണം. പലസ്തീൻ്റെ മണ്ടയ്ക്ക് ഇന്നലെ എല്ലാത്തിനെയും തകർത്തുകൊണ്ട് ഗാസയിലേക്ക് അടിച്ചിരിക്കുക. അറബ് ലീഗ് ഒരുമിക്കാൻ പോകുന്നു. ആർക്കെതിരെ? ഇസ്രായേലിനെതിരെ. അപ്പോൾ റഷ്യ അതിനെ പിന്തുടരുക. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ യുദ്ധം എവിടെ നടക്കുമെന്ന് പറയാം. വായിക്കാം. യോവേൽ 3:11. പ്രവചനം എല്ലാം ഏറ്റെടുത്തു. ഇതെല്ലാം അന്തിമ ദിനങ്ങളാണ്. യോവേൽ 3:11 വാക്യം. ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ 21 രാഷ്ട്രങ്ങൾ ഇസ്രായേലിന്റെ ചുറ്റും കിടക്കുന്ന കുഞ്ഞുങ്ങളെ, ഇതൊക്കെയായി പ്രവചനം. അവരോട് പറയും ഉണർന്ന്. വായിച്ചോട്ട് മോളെ. ബന്ധപ്പെട്ട് വന്നുകൂടുവിൻ. യഹോവ അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറക്കുമാറാക്കണമേ. അപ്പോൾ അവിടെ അടുത്ത വാക്ക്. ജാതികൾ ഉണർന്ന് യഹോശഫാത്ത് താഴ്വരയിലേക്ക് കരമുയരട്ടെ. ഇവിടെ വെച്ച് അവർ അന്തിമ യുദ്ധത്തിന് കളമൊരുങ്ങുന്നത്. ഇസ്രായേലിനെതിരെ കൂടി വരുവാൻ പോകുന്ന രാഷ്ട്രങ്ങൾ. ബാക്കി ഭാഗങ്ങൾ മറ്റൊരിക്കൽ. 2 കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചുറ്റും കിടക്കുന്ന 21 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. ജാതികളെ ഉണർന്നു ഘോഷിപ്പിൻ, വീരന്മാരെ കടന്നു വരുവൻ. യഹോശഫാത്ത് താഴ്വരയിൽ. അതിന് സയൻസ് പഠിപ്പിക്കുന്നു. വിധിയുടെ താഴ്വര, ദ വാലി ഓഫ് റിഫ്റ്റ്. അവിടെ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി. അങ്ങനെയെങ്കിൽ യഹൂദൻ തകരുവാൻ സ്വർഗം അനുവദിക്കുമോ? അന്നാളിൽ സ്വർഗം യുദ്ധം ഏറ്റെടുക്കും. എന്താ യുദ്ധത്തിന്റെ പരിണതഫലം? റഷ്യ ഉക്രൈനല്ല, ഭീകരമായ യുദ്ധമാണ് നടക്കുവാൻ പോകുന്നത്. വായിക്കാം. എസക്കേൽ പ്രവചനം 38:19-20. ഇന്ത്യ പങ്കെടുക്കുമെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി അവസാനിക്കാം. എസക്കേൽ 38:19-20. അന്നാളിൽ ഇസ്രായേൽ ദേശത്ത്. വായിക്കാം. എസക്കേൽ 38:19-20 വാക്യം. അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുമെന്ന്. ഇത്രയും ജാതികൾ കൂടി വരുമ്പോൾ, യഹൂദൻ നിലവിളിക്കുമ്പോൾ
ഒരു ഭൂകമ്പം സ്വർഗത്തിലെ ദൈവം പ്രദാനം ചെയ്യും. ഭൂമി പടുപട പൊട്ടും, കിടുകിട കീറും, മത്തനെ പോലെ ചാഞ്ചാടും. അതുപോലെ കടലിനകത്തും ഭൂകമ്പം. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂസീമവാസികൾക്ക് നിരാശയോട് കൂടിയ പരിഭ്രമ. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ 4 സേനകൾ ഇവിടെ തകരുവാൻ പോകുന്നു. ഒന്നാമത്തെ സേന വായിക്കാം. അങ്ങനെ സമുദ്രത്തിലെ മത്സ്യം അയല, മീനോ, ചാളയോ, മത്തിയോ കൊഞ്ചൊന്നുമല്ല, കപ്പൽ പട മുഴുവനും തകരും. കരമുയരുന്നില്ലല്ലോ. സുനാമി അടിച്ചപ്പോൾ കടലിലെ കപ്പലുകളെല്ലാം തകർന്നില്ലേ സുനാമിയിൽ? അതുപോലെ കരയെ മാത്രമല്ല, ഭൂകമ്പം കടലിനകത്തും നടക്കുക. കടലിലെ ഹല്ലേലൂയ കപ്പൽ പട മുഴുവൻ തകരും. അന്തിമയുദ്ധം. രണ്ടാമത്തത് ആകാശത്തിലെ പറവയും. തിരുവനന്തപുരം എയർപോർട്ടിനകത്ത് വട്ടമിട്ട് പറക്കുന്ന വിമാനം. ഈ താഴെ ശംഖുമുഖത്ത് ഒരു റഡാറുണ്ട്, അതിന്റെ റൺവേ നോക്കി ഇറങ്ങുന്നത്. ഭൂകമ്പം ഉണ്ടായാൽ ശംഖുമുഖത്ത് റഡാർ ഇറങ്ങിയാൽ പ്ലെയിൻ ഇറങ്ങാൻ പറ്റുമോ മക്കളെ? ഇറങ്ങിയാൽ കൂട്ടിയിടിക്കും. അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് ഇന്ധനം തീർന്ന് പ്ലെയിൻ കത്തി വീഴും. പറവ അഥവാ പരുന്തും കാക്കയുമല്ല, ആകാശത്തിലെ പറവ വിമാനങ്ങൾ കൂട്ടത്തോടെ ഭൂകമ്പത്തിനകത്ത് താഴെ വീഴും. റഡാർ സംവിധാനം ആൾറെഡി ഫെയിൽവർ ഇൻ ദ വേൾഡ് മുഴുവൻ തകരാൻ പോകുന്നു. അടുത്തത് വായിക്കാം. കാട്ടിലെ മൃഗം മലയാളിയോട് പറയുന്ന തീവ്രവാദികൾ ആരൊക്കെയാ? ISI, താലിബാൻ, അതുപോലെ തന്നെ മാവോയിസ്റ്റ്, ജയ്ഷെ മുഹമ്മദ്, ഇതെല്ലാം ഇന്ന് അണിയറയ്ക്കകത്തിരുന്ന് ചെയ്യുക. അവരെല്ലാം ഈ ഭൂകമ്പത്തിനകത്ത് പുറത്തു വരും. സന്തോഷമില്ലല്ലോ? സ്വോത്രം. കോവിഡ് അടിച്ചപ്പോൾ ചില കൊലയാളികൾക്ക് കോവിഡ് അടിച്ച് അപ്പോൾ അവർ പുറത്ത് വന്ന് പിടികൊടുത്ത്. അങ്ങനെ വായിച്ച ഒരു പത്രത്തിലുണ്ടോ? കരം ഉയർത്തിയാട്ടെ. സ്വോത്രം. കേരളത്തിൽ പോലീസിനെ വെട്ടിച്ച ചില കൊലയാളികൾ. സ്വോത്രം. അഭിമന്യുവിൻ്റെ കൊലയാളി എവിടെ ഉണ്ടെന്ന് പോലീസിന് അറിയാമായിരുന്നു. പോലീസുകാരൊന്നും ശരിയല്ല, എല്ലാത്തിലും ഉണ്ട് വീരന്മാർ. സ്വോത്രം. പിടിക്കാതെ വെച്ചിരുന്നു. പക്ഷേ അഭിമന്യുവിൻ്റെ പ്രതിക്ക് കോവിഡ് വന്നപ്പോൾ അവൻ കൊച്ചിയിൽ ചികിത്സ തേടിയപ്പോൾ അപ്പം പോലീസ് പൊക്കി. സന്തോഷമില്ലല്ലോ? സ്വോത്രം. കോവിഡിനേക്കാൾ വലിയ ഭൂകമ്പം ഇവിടെ വരുമ്പോൾ ഈ വനാന്തരത്തിനകത്തിരിക്കുന്ന തീവ്രവാദികൾ മുഴുവൻ അന്നാളിൽ പുറത്തു വരും. ഇതിന്റെ പേരാ ദ ഡേ ഓഫ് ദ ലോർഡ്, യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം. അടുത്ത വാക്യം. ആർമി. നിലത്തിഴയുന്ന ഇഴജാതി, ചേര, പാമ്പ്, ശംഖുവരനല്ല മക്കളെ, കരപ്പട്ടാളം. ഈ BSF സകലതും, അതിന്റെ മുമ്പോട്ട് ഞാൻ വരാം. അഗ്നിപതും അഗ്നിവീറുവ, ഇങ്ങനെയുള്ള സകലരും ഭൂതലത്തിലെ സകല മനുഷ്യരും എന്റെ സന്നിധിയിൽ വിറയ്ക്കും. കുഞ്ഞാടിന്റെ കോപ ദിവസം. കരമുയരുന്നില്ലല്ലോ? ഇതാണ് കണ്ടോ, ദ ഡേ ഓഫ് ദ ലോർഡ്. ഇസ്രായേൽ ദേശത്തൊരു ഭൂകമ്പം. ആകാശത്തിലെ പറവ, കടലിലെ കപ്പലുകൾ, മനുഷ്യന്റെ പട്ടാളങ്ങൾ, തീവ്രവാദികൾ, സകല മനുഷ്യരും യഹോവയുടെ സന്നിധിയിൽ വിറയ്ക്കുന്ന ഒരു ദിനം വരാൻ പോകുന്നു. ഇന്ന് രാത്രി ഇത് ഈറ്റുനോവിൻ്റെ ആരംഭം. ഈ കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോകണോ? അതിനു വേണ്ടിയ ആറയൂർ ഇന്റർനാഷണൽ സിയോൻ അസംബ്ലി ഈ രാത്രി യോഗം വച്ചിരിക്കുന്നത്. ഈ കോവിഡ് അല്ല, അതിലും വലിയ വിഷയം ഇവിടെ വരാൻ പോകുന്നു. ഇതിൽ നിൽക്കണോ? കർത്താവിൻ്റെ വരവിൽ പോകണോ? അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ യുദ്ധം വരുന്നതിന് വേണ്ടി ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് റാലി, അഗ്നിപത് അഗ്നിവീർ. കരമുയർത്തിയായിട്ട് അങ്ങനെ കേട്ടവർ. അഗ്നിപത് അഗ്നിവീർ 5 വർഷം. എന്തിനു വേണ്ടിയാ? ഇതൊരു യുദ്ധത്തിന് വേണ്ടി മനുഷ്യനെ ട്രെയിൻ ചെയ്യാൻ പോവുകയാ. ഇറാൻ, ഇസ്രായേൽ ഇതിന്ന് ട്രെയിൻ ചെയ്തതാ. അത് ഇന്ത്യയും. മോഡി സാർ 10 ലക്ഷം ഭടന്മാരെ വാർത്തെടുക്കാൻ പോകുന്നു. സന്തോഷമില്ലല്ലോ? എന്തിനു വേണ്ടിയാ? ഈ അന്തിമ യുദ്ധത്തിൽ ചൈനയുടെ സിൽക്ക് പാത വഴി ഇന്ത്യ പങ്കെടുക്കും. ഇന്ത്യ പങ്കെടുക്കുമോ? പങ്കെടുക്കും. വായിക്കാം. എസെക്കിയേൽ 39:8-9 വാക്യങ്ങൾ. 39:8-9 വാക്യങ്ങൾ വായിച്ചട്ടെ. ഇതാ അത് വരുന്നു. ഇതാ ആറയൂരെ അത് വരുന്നു. സാമ്പിൾ റഷ്യ ഉക്രൈൻ. അടുത്തത് അത് സംഭവിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇതത്രേ ഞാൻ അരുളി ചെയ്ത ദിവസം. ഇതത്രേ കോപ ദിവസം, ഞാൻ അരുളി ചെയ്ത ദിവസം. അടുത്ത വാക്ക്. ഇസ്രായേലിന്റെ പട്ടണങ്ങളിൽ വസിക്കുന്നവർ പുറപ്പെട്ട്. യുദ്ധത്തിന് ശേഷം വായിച്ചാട്ടെ. ഇസ്രായേലിന്റെ പട്ടണങ്ങളിൽ ശേഷം പുറപ്പെട്ട് പരിച, പലക, വില്ല്, അമ്പ്, കുറുവടി. അവിടെ ഒന്ന് ബ്രേക്ക് ചെയ്താട്ടെ. കുറുവടി ഉപയോഗിക്കുന്ന ആരാ ഉപയോഗിക്കുന്നത്? ഇംഗ്ലീഷുകാരെ ഉപയോഗിക്കൂ? ചൈനക്കാരെ ഉപയോഗിക്കൂ? ഇല്ല. സ്വോത്രം. ഫിലിപ്പീൻകാരെ ഉപയോഗിക്കൂ? കാനഡക്കാരെ ഉപയോഗിക്കൂ? കുറുവടി ഉപയോഗിക്കുന്ന ഒറ്റ രാഷ്ട്രമേ ഉള്ളൂ. ഇന്ത്യയിലെ RSSന്റെ സഹോദരങ്ങൾ വരെ ഈ യുദ്ധത്തിനകത്ത് പങ്കെടുക്കും. കരമുയരുന്നില്ലല്ലോ? സ്വോത്രം. ആ റോഡാ ചൈനയുടെ സിൽക്ക് പാത. സ്വോത്രം. ഇവിടുത്തെ BJPക്കാർ കേട്ടിട്ടൊന്നും കുഴപ്പമില്ല. സ്വോത്രം. ഈ 10 ലക്ഷം പട്ടാളക്കാരെ ഇപ്പോൾ ഇവിടെ ട്രെയിൻ ചെയ്യുന്നതിനകത്ത്
സംഘപരിവാർ, എനിക്ക് ഓപ്പണായിട്ട് പറയുന്നത് ഒരു വിഷയമില്ല, ഈ സംഘപരിവാർ സംഘടനയിൽപ്പെട്ട നല്ല ആൾക്കാരെ മുഴുവൻ അവർ ട്രെയിൻ ചെയ്ത് റെജിമെന്റിലാക്കും. കരമുയർത്തിയാട്ടെ സ്വോത്രം. അവർ അന്തിമ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങാൻ പോകുക. കുറുവടി അവരുടെ കൈ കാണും. നെയ്യാറ്റിങ്കര മാർച്ച് പാസ്റ്റ് അടക്കുമ്പോൾ ആ സഹോദരന്മാരുടെ കയ്യിൽ എന്തുകൊണ്ട്? കുറുവടി ഉണ്ട്. സ്വോത്രം. ഇതുമായിട്ട് പോകാൻ പോകുക അന്തിമ യുദ്ധത്തിന്. അതെടുത്ത് എന്തോ ചെയ്യും? അടുത്ത വാക്കൂടെ വായിച്ചാട്ടെ. കുന്തം മുതലായ ആയുധങ്ങളെ എടുത്ത് തീ കത്തിക്കും. 7 മാസം. എത്ര മാസം? അവർ അവയെ കൊണ്ട് 7 സംവത്സരം തീ കത്തിക്കും. കരമുയർത്തിയാട്ടെ സ്വോത്ര. അടി അവിടെ തീരുമ്പോ പിന്നെ കുറുവടി അവിടെ ഇട്ടേക്കത്തില്ലോ. ജീവനം കൊണ്ട് എല്ലാ സ്ഥലം വിടും. ഇതെടുത്ത് അവർ തീ വെക്കും. ഇന്ന് രാത്രി അഗ്നിപഥും അഗ്നിവീറും 10 ലക്ഷം പേർക്ക് കരസേന റാലിയും കാണുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ആറയൂരിൽ പടന ചൂളമടി തുടങ്ങി സ്വർഗീയ കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമായി. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ഒരിക്കൽ കൂടി പറയുക, യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കാൻ ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിപ്പാനുള്ളത് തന്നെ. ഇന്ന് രാത്രി ആത്മാവ് സഭകളോട് പറയുന്നത്, ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. അഗ്നിപഥും അഗ്നിവീറുമടക്ക ഇന്ത്യയിലെ പട്ടാളത്തെ 10 ലക്ഷത്തെ 5 വർഷത്തെ ട്രെയിൻ ചെയ്യാൻ പോകുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞ ഒരന്തിമ യുദ്ധത്തിന്റെ ചാലുകൾ ഇസ്രയേലിനെതിരെ ഒരുങ്ങാൻ പോകുകയാണ്. അതിനു മുമ്പ് കാൽവറി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുക. എന്റെ നാഥൻ മധ്യാകാശത്തിൽ വരാറായി. ആറയൂര്, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ടിന്ന് രാത്രി ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. എത്ര പേർക്ക് കാര്യം മനസ്സിലായി? ഒരു അന്തിമ ദിനത്തിലേക്ക് ലോകം വരുന്നു. എൻ്റെ യേശു വരാറായി. ഇന്ന് രാത്രി സെക്കര്യാവിനോട് ചേർന്ന് പറ, അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്ക് ഒരു പരിഭ്രമ പാത്രമാക്ക്. അതിന് ഭാരമുള്ള കല്ലാക്കി ട്രംപ് വെച്ചു. ഇസ്രയേൽ പാലസ്തീൻ സംഘടന എന്താ ഇന്നത്തെ പ്രവർത്തനത്തിൽ ജാതികൾ വിരോധമായി കൂടി വരും. അതിനെ തൊടുന്നവരെല്ലാം കഠിനമായി മുറിവേൽക്കപ്പെടാൻ കാലമായി. ആ യുദ്ധം അവിടെ ആരംഭിക്കുന്നതിന് ഇവിടെ നിന്നൊരു കൂട്ടം എടുക്കപ്പെടും. യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ. അതുകൊണ്ടാണ് ഞങ്ങൾ പാടുന്ന പ്രാക്കളെ പോലെ ഞങ്ങൾ പറക്കാറായി. മരണം കാണാതെ ഏലിയാവ് പോയതുപോലെ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നപ്പോൾ അവനെ പിന്നെ കണ്ടില്ല. അതുപോലെ ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടാൻ കാലമായി. തിരുവചനമെടുത്ത് വചനപ്രകാരം ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് രക്ഷയുടെ പെട്ടകത്തിനകത്ത് കയറി നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടി സഭ കാന്തനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ എടുക്കപ്പെടാറായി. സ്വസ്ത്രം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് നിർത്താം, അവസാനം പ്രാർത്ഥിക്കണമല്ലോ. ഇനി യുദ്ധത്തിൽ പങ്കെടുക്കുന്ന മനുഷ്യരുടെ ശവമടക്കം. എന്താ ശവമടക്കം? വായിക്കാം. എസക്കേൽ പ്രവചനം 39, 14, 15 വാക്യങ്ങൾ. എസക്കേൽ പ്രവചനം 39, 14, 15 വാക്യങ്ങൾ. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങളുടെ ശവമടക്കം. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. കോവിഡ് കാലത്ത് അങ്ങനെ കണ്ടില്ലായിരുന്നു? ആരാച്ചാന്റെ അമ്മമ്മയുടെ ശവം അടക്കിയത്? മെഡിക്കൽ കോളേജിൽ നിന്ന് 6 ചെറുപ്പക്കാർ വന്നില്ലേ? ചന്ദ്രനിൽ പോകുന്ന സൂട്ടും കൂട്ടും ഇട്ടിട്ട്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. സാമ്പിൾ തുടങ്ങിയില്ലേ? സ്വോത്രം. നിങ്ങളെ ആരെങ്കിലും അടുപ്പിച്ചോ? വട്ടിയൂർക്കാവും മലമുകളും എല്ലാം കൊണ്ട് തട്ടിയതല്ലേ? സ്വോത്രം. നിത്യപ്രവർത്തിക്കാർ, ഡെയിലി വേജസ്. കോവിഡൊക്കെ ഇതിനൊരു തുടക്കമാണ്. അടുത്ത വാക്ക് വായിച്ചാട്ടെ. 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. ഇവിടെ പ്രസംഗം കേൾക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി മൊബൈലിനോട് ചോദിക്കണം, മലയാളത്തിൽ ചോദിക്കണം, ഗൂഗിൾ ആ ഉക്രൈനിലെ ശവടക്കം ഒന്ന് കാണിക്കണമെന്ന്. ഫെബ്രുവരി 24 അടി തുടങ്ങിയ കുഞ്ഞുങ്ങൾ ഇന്നും വഴിനീള ശവം കിടക്കുക. അതിന് ചാക്കിനകത്ത് കിടങ്ങിനകത്ത് ആ ഡെഡ് ബോഡിയെ മാസങ്ങൾക്ക് ശേഷം വലിച്ചു കൊണ്ടിടുന്ന കാഴ്ച ഓൺലൈനിലുണ്ട്. നിങ്ങളുടെ എല്ലാം ടച്ച് മൊബൈലാണ്. ഗൂഗിളിനോട് മലയാളത്തിൽ ചോദിക്കണം, ഉക്രൈനിലെ ശവടക്കം കാണാം. അന്നേരം ആംബുലൻസിനകത്തുകൊണ്ട് കിടങ്ങിലിടുന്നത്. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ. വായിച്ചാട്ട് മക്കളെ. അടുത്ത ദേശത്ത് ചുറ്റി സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്ഥി കണ്ടാൽ 5 മാസം മുമ്പ് തുടങ്ങിയ യുദ്ധത്തിന്റെ അസ്ഥി കീവിലും ഓർക്കീവിലും മരിയാപ്പോളിലും ഒഡേസയിലും അസ്ഥി കണ്ടാൽ അതിനരികെ ഒരു അടയാളം വയ്ക്കും. ആരും അതിനെ തൊടത്തില്ല. അപ്പനും തൊടത്തില്ല, മക്കളും തൊടത്തില്ല, ഉക്രൈന്റെ പ്രസിഡന്റും തൊടത്തില്ല. അടക്കം ചെയ്യുന്നവർ അതിനെ അത് ഹാമോൻ ഗോഗ് ഇസ്രായേൽ ഹാമോൻ ഗോഗ് ശവപ്പെട്ടിക്കകത്ത് കയറ്റി സെമിത്തേരി കൊണ്ടുപോകത്തില്ല. തമിഴ് പുലികളുടെ നേതാവ് വേലിപ്പിള്ള, അദ്ദേഹത്തിന്റെ മകനും കൂടെ എവിടെ ബട്ടിക്കോലാവയിൽ ക്ലസ്റ്റർ ബോംബ് എല്ലാം കേൾക്കണം. അവരെ കൊന്നുകളഞ്ഞു. ആരാ? ശ്രീലങ്കൻ പട്ടാളം. 6 മാസം ആ ബോഡി കടന്ന്. മലയാളികൾ കാണിച്ചില്ല, BBC കാണിച്ചു. അതിനെ ടാർപ്പാളി മാറ്റിയപ്പോൾ അസ്ഥികൂടമ. അതിനെ ഫോർക്കിൽ വിട്ടിനടുത്ത് കരഞ്ഞു പോകും മനുഷ്യൻ കണ്ട. വേലിപ്പിള്ള പ്രഭാകരൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെയും
പുഴുവരിച്ച ഡെഡ് ബോഡി എവിടെ കൊണ്ടിട്ടെന്നറിയോ? ജാഫ്നയിലെ കടലിടുക്കിൽ കൊണ്ട് കുത്തി താഴ്ത്തി. അതൊരു സാമ്പിളെങ്കിൽ ഇന്ന് ഉക്രൈനിലെ ബോഡികൾ മുഴുവൻ, ഇന്ന് രാത്രി മൊബൈലിലോ ഏഷ്യാനെറ്റ് ഒരു പെൺകുട്ടിയുണ്ട് അളകനന്ദ, അവളുടെ പേരടിച്ചിട്ട് ലോകജാലകവും കൂടെ അടിച്ചു നോക്കണം, അപ്പോൾ ഉക്രൈനിലെ ശവടക്കം കാണാം മൊബൈലുള്ളവർ. സ്വത്രം ഇത്രയും കാണുമ്പോൾ ഈ മനുഷ്യനെ കൊണ്ട് എവിടെ അടക്കം? ഇന്നത്തെ മലയാളം പറഞ്ഞാൽ നെയ്യാറ്റിൻകരയിൽ കൈവിടപ്പെട്ടു പോയാൽ, കാട്ടാക്കടയിലും വെള്ളറടയിലും ചെമ്പൂരിലും കൈവിടപ്പെട്ടു പോയാൽ, ഒരു യുദ്ധമുണ്ടായാൽ 18,000 ആറ്റമായുധം പൊട്ടിയാൽ മനുഷ്യന്റെ ശവശരീരം വഴിയരികത്ത് കിടക്ക്. അതിനെ കോവിഡ് അടക്കിയതുപോലെ റെഡ് ക്രോസ് വരും. എവിടെ പറ്റിയ സ്ഥലമുണ്ട്? നെയ്യാർ, പന്ത, തേക്കൽ, ആടുവള്ളി, ഈ സ്ഥലങ്ങളിൽ നിന്ന് ലെക്കൽ കിടപ്പുണ്ട്. അവിടെ കൊണ്ട് കുത്തിത്താഴ്ത്തുന്ന ഒരു കാഴ്ച ഇവിടെ കാണാൻ കാലമായി. ഇന്ന് രാത്രി ഈ കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോകണോ? ഇന്ന് രാത്രി തീരുമാനമെടു. ഈട്ടിപ്പെട്ടി കയറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ഇറുക്കി അടത്തത്തില്ല, കിടത്തി അടക്കത്തില്ല, ശോശപ്പയിടത്തില്ല, അന്ത്യ ചുംബനമില്ല. ഇന്ന് രാത്രി ആറയൂര് ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഇതാകുന്നു രക്ഷാ ദിവസം. മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. പ്രധാനമന്ത്രിയിലില്ല, പ്രസിഡന്റിലില്ല. സാമ്പത്തികം കേരളം തകർന്നു. എന്നാൽ ഇന്ന് രാത്രി രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിൻ്റെ നാമം. ആ കുഞ്ഞാട് ലോകത്തോട് പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. ആ കുഞ്ഞാട് ഒരു കാര്യം പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇന്ന് രാത്രി ആറയൂരിൽ ആയിരങ്ങൾ കേൾക്കുക. കൊട്ടാരമായാലും മരണം കടന്നു വരും, കോട്ട കെട്ടിയാലും മൃത്യു കടന്നു വരും, കുടിലായാലും മരണം നിന്നെ പിടിക്കും. ഇന്ന് രാത്രി അച്ചായാ, മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? അമ്മച്ചേ, ഇന്ന് രാത്രി മരിച്ചാൽ നിത്യത എവിടെ? ആറയൂരിൽ വീട്ടിനകത്തോ റോഡിനകത്തോ വഴിയരികത്തോ ഞങ്ങളെ കേൾക്കുന്ന ചെറുപ്പക്കാരാ, മാളികയുടെ മുകളിൽ നിന്ന് കേൾക്കുന്ന മോളെ മോനെ, ഇന്ന് രാത്രി എല്ലാത്തിൻ്റെയും അവസാനം വന്നിരിക്കുന്നു. യേശുവിൻ്റെ വരവിൽ പോകണമെങ്കിൽ ഇന്ന് രാത്രി ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഈ പന്തലിലേക്ക് വരണ്ട. ഇന്ന് രാത്രി അവസാന രാത്രി നെഞ്ചത്ത് കൈവച്ച് പറ, യേശു എൻ്റെ ഏക ദൈവം, യേശു എൻ്റെ ഏക കർത്താവ്, യേശു എൻ്റെ ഏക രക്ഷിതാവ്. ആരിന്ന് രാത്രി ആറയൂരിൽ കരമുയർത്തും? ആൾ ഓവർ വാച്ചിങ് ദിസ് മീഡിയ, റെഡ്വി ആൻഡ് അനദർ ചാനൽ ഇൻ അമേരിക്ക, otherwise are you watching in Gulf state, maybe North India, Tamil Nadu, the district of the part of Kerala, at anywhere. ഇന്ന് രാത്രി maybe heard this voice. ഇന്ന് രാത്രി പറവോന്റെ ഹൃദയം കഠിനമാക്കിയതുപോലെ കഠിനമാക്കാതെ ഈ സത്യസുവിശേഷം കേട്ട് താങ്കൾ വീട്ടിനകത്ത് ഇന്ന് രാത്രി കരമുയർത്തുമെങ്കിൽ താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ഇന്ന് രാത്രി ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ എൻ്റെ യേശു വരാറായി. ആത്മാവ് സഭകളോട് പറയുന്നത്, ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇന്ന് രാത്രി ഈ സത്യവചനം കേട്ടിട്ട് ഒരിക്കൽ കൂടി പറയുന്നു, വഴിയിൽ വച്ച് നിങ്ങൾ പട്ടുപോകരുത്. നാഥനെ ഞങ്ങൾ ഉയർത്തുകയാണ്. ഇന്ന് രാത്രി കാൽവറിയിലേക്ക് മടങ്ങി വന്ന് പുത്രനായ ക്രിസ്തുവിനെ ചുംബിപ്പാൻ ഈ ആഗസ്റ്റ് മാസത്തിന്റെ ആദ്യം ദൈവം അവസരം തന്നിരിക്കുക. ഇന്ന് രാത്രി പള്ളിപ്രമാണിയായ നിക്കോദിമോസ് യേശുവിന്റെ അടുക്കൽ ചെന്നു. പരീശ പ്രമാണിയ, സ്വർഗരാജ്യത്തിൽ കടക്കണം, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. അതിൻ്റെ പേര് വീണ്ടും ജനനം. അമ്മയുടെ ഉദരത്തിലല്ല. ഒന്ന്, വചനപ്രകാരം നിനക്കൊരു ജനനമുണ്ടാകണം. രണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവസന്നിധിയിൽ നീ നിൽക്കണം. നിക്കോദിമോസിനെ പോലെ ഇന്ന് രാത്രിയും ഹൃദയം കഠിനമാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ, കുഞ്ഞേ രാത്രി മടങ്ങി വാ. നാഥൻ നിനക്ക് വേണ്ടി വാതിലുകൾ തുറന്ന് കാത്തിരിക്കുന്നു. അന്തിമ ദിനത്തിലേക്ക് ലോകം വന്നു. കഴിഞ്ഞ 2 മണിക്കൂറായി ലോക സംഭവങ്ങൾ വരച്ച് കാട്ടുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, യേശു വരാറായി. പ്രവചനങ്ങൾ മുഴുവൻ നിവർത്തിയായി. 2600 കൊല്ലം മുമ്പ് എസക്കേലും, 550 കൊല്ലം മുമ്പ് ഇരമ്യാവ്, 500 കൊല്ലം മുമ്പ് യെശയ്യാവ്,
550 സക്കറിയാവും എഴുതിയ പ്രവചനങ്ങൾ മുഴുവൻ റഷ്യ ഉക്രൈൻ്റെ പിൻബിലൊക്കെയും കാണുമ്പോൾ ജീവൻ പ്രാപിച്ച ദൈവമക്കൾ, രക്ഷയുടെ ദൂതേറ്റെടുത്ത ദൈവമക്കൾ ഇന്ന് രാത്രി പറയണം, മണ്ണെ നോക്കി ഞാനില്ല, എൻ്റെ മാണിക്യം മണ്ണെ പ്രതിയല്ല, ഉയരത്തിൽ നിന്നുള്ള ദൈവത്തിൻ്റെ വിളിക്കായി ഞാൻ കാതോർത്തിരിക്കുന്നു. അതിനുവേണ്ടി ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വാർത്തെടുക്കട്ടെ. ഞാൻ ഈ അയൺഡോമൊക്കെ പറയണമെന്ന് വിചാരിച്ച മണിക്കൂറുകൾ പോകും. അടുത്ത നെയ്യാറ്റിൻകരയിൽ പറയാം, ഇന്ന് രാത്രി പ്ലെയിനകത്ത് പോയ എത്ര പേരുണ്ട്? ആ കരമൊന്ന് ഉയർത്താം. പ്ലെയിൻ യാത്രയ്ക്ക് വേണ്ടി, ദാറ്റ് മീൻസ് എ ലോങ് ജേർണി. കരമുയർത്തിയാട്ടെ പ്ലെയിനകത്ത് പോയവർ. അയ്യോ, പൈസയും വേണ്ട, ടിക്കറ്റും വേണ്ട, ഒന്നും വേണ്ട. സ്വോത്രം. സന്തോഷമില്ലല്ലോ, ഞാൻ പണം എടുക്കത്തുമില്ല. ചായ കരമുയർത്തിയാട്ടെ, മാമ കരമുയർത്തിയാട്ടെ. സ്വോത്രം. വിഷമിക്കണ്ട, എനിക്ക് പൈസയും വേണ്ട, ടിക്കറ്റും വേണ്ട, ഒന്നും വേണ്ട. സ്വോത്രം. കരമുയർത്തിയാട്ടെ. സ്വോത്രം, സ്വോത്രം. പ്ലെയിനകത്ത് കയറി ഷവറിനെ തന്നെ പിടിക്കാം. അവിടെ അറയൂരിൽ നിന്ന് നേരെ പോയി എയർപോർട്ടിൽ ചെന്നിട്ട് എനിക്ക് ദുബായി പോകണമെന്ന് പറഞ്ഞപ്പം വാതിൽ തുറന്ന് കയറ്റി വിട്ടോ. കഷ്ടം. CSF പറഞ്ഞ് വേറോജാവോ. 1 പാസ്പോർട്ട്, 2 വിസ, 3 ബോർഡിംഗ് പാസ്. ചെന്നാൽ അവിടെ ആര് ജോലി തരും? അതല്ല എമിഗ്രേഷൻ. 5 നമ്മുടെ ലഗേജ്. 6 ഫൈനലായിട്ട് ചെക്ക് ചെയ്യും. 7 ഒരു കസേരയെ കൊണ്ടിരുത്തും. ഇത് കഴിയുമ്പം ദാ വരുന്നു എയർ ഇന്ത്യ പെങ്കൊച്ച് ബോർഡിംഗ് പാസ് ഉള്ളവരെ കയറ്റിയിരുത്തും. സന്തോഷമില്ലല്ലോ? ബൈ ബേട്ട ആ ജാവോ. സ്വോത്രം. അല്ലാതെ ഇവിടെ കണക്ക് ഉടുപ്പം കൊണ്ട് വിട്ട് തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ചെന്നിട്ട് നേരെ കയറി നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൽ കയറിയുള്ള പ്ലെയിനകത്ത് കയറാൻ പറ്റുമോ അച്ഛാ? ഇല്ല. ഇതുപോലെ കർത്താവിൻ്റെ വരവിൽ കയറണമെങ്കിൽ 7 കാര്യം നടക്കണം. അത് പറഞ്ഞില്ല, ഇന്ന് രാത്രി ഞാൻ ചാത്തന്നൂർ എത്തുമെന്നും അറിയത്തില്ല. നാളെ തൊട്ട് പുനലൂർ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ കൺവെൻഷനും ആ ടൗണിൽ. അപ്പം തന്നെ ശരീരം കിടുങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ നിൽക്കുക. സ്വോത്രം. അങ്ങനെയെങ്കിൽ 7 കാര്യം പറയണം. 1 സ്വോത്രം. സമയം എത്രയായി? 2 മണിക്കൂർ കഴിഞ്ഞില്ലയോ? അയ്യോ, 2 പ്രസംഗത്തിൻ്റെ സമയമായി. ഇന്ന് ഞങ്ങളുടെ ഉപദേശിമാർ 55 മിനിറ്റും പ്രൈസ്തലോടും വണ്ടിക്കാത്തൊരു ചാട്ടവും. സന്തോഷമില്ലല്ലോ? തീർന്നില്ലയോ? സ്വോത്രം. അതുകൊണ്ടാ കോവിഡ് വന്നത്. സ്വോത്രം. സ്വോത്രം. ഒരു വകയും പഠിക്കത്തില്ല, ഒരു വകയും പ്രസംഗിക്കത്തുമില്ല. സ്വോത്രം. ഇങ്ങോട്ട് വന്നിട്ട് പാട്ടുകാരെ ഇട്ട് മൂപ്പിച്ചുകൊണ്ടിരിക്കും. ഞാനായതുകൊണ്ട് ഞങ്ങളുടെ മോളോട് ഇരിക്കാൻ പറഞ്ഞു. ഇന്ന് ഞങ്ങളുടെ ചില പാട്ടുകാർ വന്നാൽ കോഴിക്കൂട്ടി കോഴി മുട്ടയിട്ട് കൊക്കുന്ന പോലെ 1 മണിക്കൂർ കൊക്കിക്കൊണ്ടിരിക്കണം. അവൻ്റെ പേരാ കീബോർഡ്. സ്വോത്രം. ഇത് വന്നെങ്കിൽ ഇന്ന് നമുക്ക് അഭിഷേകം വരത്തുള്ളൂ. സ്വോത്രം. അച്ഛ ഇവിടെ ഇരിക്കുന്ന പണ്ടത്തെ കാലത്ത് ഇതുണ്ടായിരുന്നു. അച്ഛ എന്ത് സ്വോത്രം. നമ്മുടെ പൊട്ട തമ്പേറിലായിരുന്നു പണ്ടത്തെ കാലത്ത്. സന്തോഷം. അതിനകത്തൊരു കൃപയുണ്ടായിരുന്നു. സ്വോത്രം. ചങ്ക് തുറന്ന് ആരാധിക്കുന്ന കൃപ. നെയ്യാറ്റിൻകരക്കാർ കൈ ഉയർത്തത്തില്ല, കയ്യടിയും കിട്ടത്തില്ല. സ്വോത്രം. നമ്മളിപ്പോൾ ഇതിൻ്റെയൊക്കെ പുറയിലാണല്ലോ. ഇന്ന് തന്നെ ചില അമ്മമാർക്ക് ദുഃഖം, എന്നെപ്പറ്റി ഒരു ദൂതും പറഞ്ഞില്ലെന്ന്. പറയാനുള്ള എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇരിപ്പ് മനസ്സിലാക്കിയാൽ ദൈവം പ്രവർത്തിക്കും. സന്തോഷത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കാണപ്പെടണം. 1 നീ ഒരു പാസ്പോർട്ട് എടുക്കണം. അതിൻ്റെ പേര് രക്ഷ. എന്താ രക്ഷ? ക്രിസ്തു മരിച്ചവരിൽ ആദ്യഫലക്കറ്റയായി ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക. അതിൻ്റെ പേര് രക്ഷ. 2 രക്ഷിക്കപ്പെട്ട നീ എന്തൊക്കെ ചെയ്യണം? മാനസാന്തരപ്പെടണം. ദിനം പ്രതി ദൈവസഭയോട് മാനസാന്തരപ്പെട്ട് ചേർന്നുകൊണ്ടിരിക്കണം. പകാപിണക്കം, കോപം, ദ്വന്ദ്വപക്ഷം, ജാരശങ്ക, മദ്യപാനം, മയക്കുമരുന്ന്, ഇതെല്ലാം ഗുഡ് ബൈ. 3 അടുത്തത് അനുദപിക്കണം. പകരം വണ്ടി മാറിക്കയറണം. സ്വോത്രം. ഇന്ന് രാത്രി പ്രസംഗം കഴിഞ്ഞ് ഉദയംകുളങ്ങര മോൻ എന്നെ കൊണ്ടുവിടുമ്പോൾ തിരുവനന്തപുരത്തേക്ക് വരുന്ന വണ്ടി ഭയങ്കര തിരക്ക്. ഉടനെ ഞാൻ വിചാരിക്കും നാഗർകോവിലേക്ക് പോകാം. നാഗർകോവിലേക്ക് പോയാൽ എൻ്റെ വീട്ടിലെത്താൻ പറ്റുമോ? ഇല്ല. അതിൻ്റെ മലയാളമോ റിപ്പൻറ്റൻസിനപ്പുറം അനുതാപം. വണ്ടി മാറിക്കയറണം. നിത്യതയിലെത്തിക്കുന്ന വണ്ടി. സന്തോഷമില്ലല്ലോ? കൊച്ചുപീടിയും കള്ളും കഞ്ചാവും എല്ലാം ഗുഡ് ബൈ പറഞ്ഞു. ഗുണ്ടാ പരിപാടികളും മയക്കുമരുന്ന് പരിപാടികളും എല്ലാം മാറ്റണം. ഇത് 3 ചെയ്ത ദൈവവൈതൽ സഭയിൽ ചെന്ന് ദൈവദാസൻ മുഴുത്ത ഒരു അപ്പച്ചനോട് പറയണം, ക്രിസ്തുവിനോട് ചേരാനുള്ള നല്ല നല്ല മനസാക്ഷിക്കായി ഞാൻ കലക്കവെള്ളത്തിൽ മുങ്ങണം. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഈ കലക്കവെള്ളത്തിൽ മുങ്ങിയിട്ട് മുങ്ങി നടക്കാതെ കണ്ണൂർ ലുട്ടാപ്പിയിലൂടെ ഇനി വരുന്ന ഫയർ ചയർ ഇതിൻ്റെ കൂടെ ഒക്കെ പോകാതെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവസഭയിൽ ഞാൻ കൂട്ടായ്മ ആചരിക്കണം. അയ്യോ, പാസ്റ്റർമാർക്ക് സന്തോഷമില്ല. സ്വോത്രം. അവരുടെ ദൈവസഭയെ ചെല്ലണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് സന്തോഷമില്ലെന്ന്. സ്വോത്രം. സത്യത്തിലും ആത്മാവിലും തീർന്നില്ല. 5-ാമത്തെ കാര്യം. അത് കഴിഞ്ഞിട്ട് 6-ാമത്തെ കാര്യം, അവൻ്റെ കാൽവറി മരണം നമ്മുടെ ചങ്കിനകത്ത് ഓർക്കുന്നത് വരെയും അവൻ്റെ ഓർമ്മയ്ക്കായി തിരുശരീരവും തിരുരക്തവും അഥവാ തിരുമേശയിൽ നാം പങ്കാളിയാകണം. സ്വോത്രം. 7-ാമത്തെ കാര്യം, തമ്പേറടിച്ചല്ല, കീബോർഡിൻ്റെ ശബ്ദത്തിലല്ല. എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. അവൻ പോയ ശേഷം ഒരു കാര്യസ്ഥനെ എനിക്കയക്കുമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കാര്യസ്ഥൻ എന്നിൽ പകരണം. ആ പകരപ്പെട്ട കുഞ്ഞിനെ നോക്കി സ്വർഗം വിളിക്കും, എൻ്റെ കാന്തേ, എൻ്റെ പ്രാവേ. അന്ന് രാത്രി പാറയുടെ പിളർപ്പിലും കടുംതൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു.
തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. 2 പ്രാവിനെ യാഗപീഠത്തിനകത്ത് കൊണ്ടുവരും. ഒരു പ്രാവിൻ്റെ കഴുത്ത് പുരോഹിതൻ അറക്ക്, മറ്റേ പ്രാവിൻ്റെ പുറത്തേക്ക് ആ രക്തം തെറിക്കും. മിക്ക കൺവെൻഷനിൽ ഞാൻ ഇങ്ങനെ യാഗത്തെപ്പറ്റി ലേവ്യ പുസ്തകത്തിലെ യാഗങ്ങൾ പ്രസംഗിക്കാൻ സമയമില്ല. ആ സമയത്ത് പ്രാവിൻ്റെ മുഖത്ത് രക്തം വീണ് കുറുപ്രാവ് ഇണയെ നഷ്ടപ്പെടുമ്പോൾ എവിടെ ഇരിക്കും? വെള്ളറുടെയിലും 5 മരങ്കാലയിലും ഇരിക്കത്തില്ല. മണലി, മൂങ്ങോട്, തേക്കുപാറ, ഗണപതിക്കല്ലിലിരിക്കും. ലോകത്തിലെ പാസ്റ്റർമാരും കാണത്തില്ല. എന്നാൽ പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവിന് ഒരുവൻ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ എൻ്റെ യേശു വരാറായി. ആറയൂരിൽ ഇറങ്ങി അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരിമാരെ, ആരും നമ്മുടെ മുഖം കണ്ടില്ല. AG-യിലെ പ്രസ്ബിറ്റർ ആയില്ല, IPC-യിലെ കൗൺസിൽ മെമ്പർ ആയില്ല, ഇലക്ഷന് ഇന്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ പ്രസിഡന്റ് ആയില്ല, ഷാരോന്റെ സെക്രട്ടറി ആയില്ല, ഇടയ സംഗമത്തിലും ആട് സംഗമത്തിലും പേരില്ല, മഹായുടെ വകയിൽ ലിസ്റ്റിനകത്തില്ല. പക്ഷെ ഒരിടത്തെ ലിസ്റ്റുണ്ട്, വചനത്താൽ കഴുകൽ പ്രാപിച്ചവന്റെ ലിസ്റ്റ് ഉയരത്തിലുണ്ട്. ഇന്ന് രാത്രി അവനെ ചേർക്കുക എൻ്റെ യേശു വരാറായി. ഇന്ന് രാത്രി പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. സ്വോത്രം. ഒരു അന്തിമ യുദ്ധത്തിലേക്ക്. സ്വോത്രം. റഷ്യ ഉക്രൈനെ ആക്രമിച്ചു. ഉക്രൈനെ ആക്രമിച്ചപ്പോൾ രാത്രിയിൽ കീവ്, ഓർക്കീവ്, മരിയാപ്പോൾ, ഒഡേസ 100 കണക്കിന് വിമാനങ്ങൾ കയറി. ഇന്ന് രാത്രി ഈ തലമുറയിൽ നാം കാണാൻ പോകുന്ന ഇസ്രായേൽ, സീനായ്, ഗോലാൻ, ആഷ്കലോൺ, അഷ്തോദ്, ദിമോണ, ടെല്ലവീവ്, ഹൈഫ, ഇസ്രായേലിൻ്റെ നഗരങ്ങളായി കേൾക്കുന്നത്. ഒരു രാത്രിയിൽ അറബ് ലീഗിൻ്റെയും ചൈനയുടെയും റഷ്യയുടെയും വിമാനങ്ങൾ കയറും. ഒരു മുഴക്കം അന്നാളിൽ അവിടെ കേൾക്കും. പ്രകമ്പനമാ. യഹൂദന്റെ നിലവിളിയും ഉയരും. എന്നാൽ ആ യുദ്ധവിമാനങ്ങൾ ഇസ്രയേൽ എന്ന കൊച്ചു രാജ്യത്തിന്റെ മുകളിൽ കയറുന്നതിന് മുമ്പ് മധ്യാകാശത്തിൽ ഇവിടെ ഒരു ശബ്ദം നമ്മൾക്ക് വേണ്ടി. കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന നാം മരണം കാണാതെ മധ്യാകാശത്തിൽ മറുരൂപമായി മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി. ഇന്ന് രാത്രി യേശു വരാറായി. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഈ രാത്രി നീ ഒരുങ്ങിക്കൊള്ളുക. ഈ സത്യവചനം കേട്ടിട്ട് വരാൻ പോകുന്നു യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വെളിപ്പെടുന്നതിന് മുമ്പ് സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തതുല്യമായും. അന്നാളിൽ ജ്യോതിർഗോളങ്ങൾ പ്രകാശം തരികയില്ല. ഇന്ന് രാത്രി വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. അതിനകത്ത് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. സ്വോത്രം. മലാക്കി അവസാനിപ്പിക്കുന്നു. എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന ആറയൂരിലെ ദൈവമക്കളെ, നീതി സൂര്യൻ രോഗോപശാന്തിയോടെ മധ്യാകാശത്തിൽ നമുക്ക് വേണ്ടി ഉദിച്ചുയര്. നിങ്ങളും തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടി അവന്റെ വരവിങ്കൽ എടുക്കപ്പെടും. റോമാലേഖനം പറയുന്നു, അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവർ ഉയർക്കാറായി. ഇന്ന് രാത്രി ഇസ്രായേലിനെ ലോകം അംഗീകരിച്ചെങ്കിൽ നീതി സൂര്യൻ രോഗോപശാന്തിയോടെ വെളിപ്പെടുവാൻ കാലമായി. മക്കളെ, ഇന്ന് ISROയുടെ ഒരു പരീക്ഷണം. ISROയുടെ ചെയർമാനാണ് ഡോക്ടർ സോമനാഥ്, ആലപ്പുഴക്കാരൻ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറയുന്നു, നമുക്ക് വെളിച്ചം തരുന്ന സൂര്യൻ ഉറക്കത്തിലേക്ക് പോകാൻ കാലമായി. സജു ചാത്തന്നൂരല്ല, ISROയുടെ ചെയർമാൻ. ആരാ? സോമനാഥ് സാർ. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഇവിടുത്തെ സൂര്യൻ അസ്തമിച്ചാലും നീതി സൂര്യൻ എനിക്ക് വേണ്ടി മധ്യാകാശത്തിൽ ഉദിച്ചു വരും. എഴുന്നേൽക്കാം. യെരൂശലേമിന്റെ തെരുവിലൂടെ ക്രൂശ് മരം ചുമന്നു പോയവൻ. ആരും ഗ്രൗണ്ട് വിട്ടു പോകരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ ഇന്ന് പോകത്തുള്ളൂ. ആരും ഗ്രൗണ്ട് വിട്ടു പോകരുത്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. സമയം നമ്മുടെ മുൻപിലുണ്ട്, വിഷമിക്കേണ്ട. കുഞ്ഞുങ്ങളോട് ചേർന്ന് ഒരടി പാട്ട് പാടിക്കൊണ്ട് പണ്ടത്തെ അപ്പച്ചന്മാർ ആറയൂര് നെയ്യാറ്റിൻകരയെല്ലാം പാടി, എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി മേഘത്തിൽ വെളിപ്പെടുമേ. യെരൂശലേമിന്റെ തെരുവിലൂടെ ക്രൂശ് മരം ചുമന്നു പോയ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇനി അത്ഭുത രോഗശാന്തി തരാനല്ല വന്നത്, തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ താമസം കൂടാതെ രണ്ടാമതും അവൻ മേഘത്തിൽ പ്രത്യക്ഷനാകും. ആ വരവിലെടുക്കപ്പെടുവാൻ ഇന്ന് രാത്രി ആർക്ക് സമർപ്പിക്കാം? കൊയറിനോട് ചേർന്ന്
കഴിഞ്ഞ 3 ദിവസമായി എവിടൊക്കെ യെല്ലോ അലർട്ടും മാംഗോ അലർട്ടുമാ. തമ്പാനൂരിൽ ഞാൻ വരുമ്പോൾ മഴയാണ്. പക്ഷേ എൻ്റെ കർത്താവ് ആറയൂരിൽ ഒരു 4 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു കാറ്റ് പോലും അടുപ്പിച്ചില്ല. ഇത്രയൊരു നല്ല ദൈവത്തെയല്ലേ നാം ആരാധിക്കുന്നത്. ഇന്ന് രാത്രി ആകാശ മേഘങ്ങളോട് കൽപ്പിക്കുവാൻ, പ്രകൃതിയോടും പ്രപഞ്ചത്തോടും കൽപ്പിക്കുവാൻ കരുത്തുറ്റ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. കുഞ്ഞുങ്ങളോട് ചേർന്ന് ഇന്ന് രാത്രി യെരൂശലേമിന്റെ തെരുവീതിയിലൂടെ ക്രൂശുമരം ചുമന്നു പോയവർ ഇന്ന് രാത്രി ജനം ആരാധിച്ചാട്ടെ. പട്ടണം പിടിപ്പിക്കപ്പെടട്ടെ. ഇന്ന് രാത്രി കൃപയുടെ വാതിലുകൾ അടയാറായി. എന്റെ യേശു വരാറായി. എല്ലാ കരങ്ങളും അടിച്ച് അല്പസമയം കണ്ണുകൾ അടച്ച് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ചാട്ടെ. യേശു വരാറായി. ആറയൂരെ യേശു വരാറായി. സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയ ഇരുൾ നിറം മാറിടുമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയ ഇരുൾ നിറം മാറിടുമേ. രാജരാജ പ്രതിമ രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ കൂടവേ ഇരുത്തുന്ന രാജാവു വേഗം കൂടവേ ഇരുത്തുന്ന രാജാവു വേഗം. എല്ലാ പ്രിയ രക്ഷകൻ നീതി സൂര്യന തേജസ്സിൽ വെളിപ്പെടുമേ. ശക്തിയോടെ നമ്മുടെ നാഥൻ. എൻ പ്രിയ രക്ഷകൻ നീതി സൂര്യന തേജസ്സിൽ വെളിപ്പെടുമേ. യെരൂശലേമിൻ തെരുവിലൂടെ ക്രൂശുമരം ചുമന്നു കാൽവരിയിൽ നടന്നു പോയവൻ. യെരൂശലേമിൻ തെരുവിലൂടെ ക്രൂശുമരം ചുമന്നു കാൽവരിയിൽ നടന്നു പോയവൻ. ശോഭിത പട്ടണത്തിൽ ശോഭിത പട്ടണത്തിൽ മോട്ടുകളായുള്ള ശോഭിത പട്ടണത്തിൽ മോട്ടുകളായുള്ള വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ വരും അവൻ. വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ അവൻ പ്രിയ രക്ഷകൻ നീതിയിൽ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഓ ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോ ഈകത്തിലെ കഷ്ടം സാരമോ. ശക്തിയോടെ ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോ ഈകത്തിലെ കഷ്ടം സാരമോ. പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും സ്വർഗീയ സന്തോഷം ഇന്നലെക്കാൾ സ്വർഗീയ സന്തോഷം എല്ലാ കരങ്ങളും ആരാധിച്ചാട്ടെ. ഇന്ന് രാത്രി അവസാന രാത്രി ദേശം ഉണരട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപ വെളിപ്പെടട്ടെ. ഓ സന്താപം തീർന്നിട്ടും അന്തമിലായുടും കാന്തലുമായി വാഴുവാൻ. സന്താപം തീർത്തിട്ടും അന്തമില്ലായുടും കാന്തലുമായി വാഴുവാൻ. ഉള്ളപ്പോരിക്കുന്നേ പാദങ്ങൾ എല്ലാ വായികളും തുറന്നു. പ്രിയ രക്ഷകൻ വെളിപ്പെടുമേ. ആനന്ദപുരത്തിലെ വാസം ഓർക്കുമ്പോ ഈകത്തിലെ കഷ്ടം സാരമോ. ആനന്ദപുരത്തിലെ വാസം ഓർക്കുമ്പോ ഈകത്തിലെ കഷ്ടം സാരമോ. പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ സ്വർഗീയ സന്തോഷം എന്നിലുണ്ടെന്നേക്കാൾ സ്വർഗീയ സന്തോഷം എന്നിലുണ്ടെന്നേക്കാൾ എൻ പ്രിയ രക്ഷകൻ എൻ പ്രിയ രക്ഷകൻ നീതി സൂര്യ തേജസ്സിൽ വെളിപ്പെടുമേ. താമസമെന്നിയെ മേഘത്തിൽ വരും താമസമെന്നിയെ മേഘത്തിൽ വരും കാന്തയമെന്നെയും ചേർത്തിടും നിശ്ചയമായി നമ്മുടെ യേശു ആത്മാവിൽ ദൈവജനം ആരാധിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആറയോ ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. കെട്ടുകൾ
മാറുന്ന രാത്രി, രോഗങ്ങൾ മാറുന്ന രാത്രി, അല്ലറകൾ പൊട്ടുന്ന രാത്രി, ശാപങ്ങൾ മാറുന്ന രാത്രി, ശൈലത്താലുള്ള ശക്തിയാലുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൃപ ോളമല്ല അരയോളമല്ല നീന്തി തോടിക്കാൻ കഴിയാത്ത ആത്മാവിൽ അല്പസമയം ആരാധിച്ചാണ് രാത്രി, ഇന്ന് രാത്രി സൗഖ്യത്തിന്റെ രാത്രി, നിന്റെ കെട്ടുകൾ പൊട്ടുന്ന രാത്രി, ഇന്ന് രാത്രി ഇത് ഒഴുകട്ടെ അഭിഷേകത്തിന്റെ നദി, ഉറപ്പാടിന്റെ നദി, സൗഖ്യത്തിന്റെ നദി, വചനത്തിന്റെ നദി. ഇന്ന് രാത്രി പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം. അവൻ ഉണരട്ടെ, ഉണരട്ടെ. അന്ത്യകാലത്ത് സകല ജനത്തിന്മേൽ എന്റെ ആത്മാവിനെ ഞാൻ പകരും. പുത്രിമാര് പ്രവചിക്കും, യുവാക്കൾ ദർശനങ്ങളെ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. മേലാകാശത്തില് ഭൂമിയില് അത്ഭുതങ്ങളും അടയാളങ്ങളും